എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ബ്രെഡിൻ്റെ റെസിപ്പിയായിട്ടാണ്. ഇതൊരു ഇറ്റാലിയൻ ബ്രെഡാണ്, പനറ്റോണെ എന്നാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇതിൽ വന്നിട്ട് നമ്മൾ മുന്തിരിങ്ങയും അതുപോലെ ഓറഞ്ചും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രെഡാണ്. നല്ല ബട്ടറൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. ഇതിങ്ങനെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 1/2 കിലോ മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളൊരു 2.25 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര വരെ ചേർക്കാം. ഞാനിവിടെ ഒരു 50 ഗ്രാം പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മധുരം കൂടിയാലും കുഴപ്പമില്ല, കുറഞ്ഞാലും കുഴപ്പമില്ല. ഇനി വേണ്ടത് 3 വലിയ മുട്ടയാണ്, റൂം ടെമ്പറേച്ചറിലുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും അതുപോലെ തന്നെ ഒരു 1/3 കപ്പ് പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു 80 മില്ലി പാലാണ് ഇപ്പോൾ ഞാൻ ഒഴിച്ചത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മൈദയിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/2 കപ്പ് സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർക്കാത്ത ബട്ടറാണ്. ഇതൊരു 113 ഗ്രാം ബട്ടറാണ് വന്നിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 50 മില്ലി ചെറിയ ചൂടുള്ള പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. 10 മിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഞാനിവിടെ ഒരു സ്റ്റാൻഡ് മിക്സറിൽ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. കൈ വെച്ചിട്ട് കുഴക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് തന്നെ ഇത് കുഴച്ചെടുക്കണം. അപ്പോഴാണ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത്. അത്യാവശ്യം ഒരു സ്ട്രെച്ചി ആയിട്ടുള്ളൊരു മാവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാനായിട്ട് ഒരു 50 ഗ്രാം കറുത്ത മുന്തിരിങ്ങയും പിന്നെ ഒരു 50 ഗ്രാം കാൻഡീഡ് ഫ്രൂട്ടും എടുത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് കാൻഡീഡ് ഓറഞ്ച് പീലൊക്കെ ചേർക്കാം. പിന്നെ ഒരു ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്തത് എടുത്തിട്ടുണ്ട്. വലിയൊരു ഓറഞ്ചാണ്. ഒരു മുന്തിരിങ്ങയും അതുപോലെ തന്നെ ഒരു ടൂട്ടി ഫ്രൂട്ടി നിങ്ങൾക്ക് പകരം ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് നട്ട്സൊക്കെ വേണമെങ്കിൽ ചേർക്കാം. കാഷ് നട്ട്സും ബദാമും ഒക്കെ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാ ഭാഗത്തേക്കും മിക്സ് ആകുന്ന രീതിയിൽ കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മിക്സ് ചെയ്യുമ്പോൾ ഇതിടരുത്, അതെല്ലാം പൊടിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ ഏറ്റവും അവസാനം മാവ് കുഴച്ചിട്ടാണ് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഡ്രൈ ഫ്രൂട്ട്സ് റമ്മിൽ സോക്ക് ചെയ്തിട്ടും 2 ടീസ്പൂൺ റമ്മിൽ കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്തിട്ടും ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ റം ചേർക്കുന്നില്ല. ഇനി ഇത് നന്നായിട്ട് കുറച്ച് എണ്ണ തടവിയതിന് ശേഷം ഒന്ന് ഡബിൾ ആകുന്നവരെ ഒന്ന് മാറ്റി വെക്കാം. ചെറിയ ചൂടുള്ള സ്ഥലത്തേക്ക് മാറ്റി വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇത് ഡബിളായി കിട്ടും. അപ്പോൾ ഇനി ഡബിളായി വന്നിട്ടുണ്ട്. കൈവച്ചിട്ട് എയർ ബബിൾസൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കിനി ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ബേക്ക് ചെയ്തെടുക്കാം. പനറ്റോണയുടെ ഒരു പേപ്പർ പോലത്തെ ഒരു മൗൾഡ് വാങ്ങിക്കാൻ കിട്ടും. അതിലാണ് യൂഷ്വലി നമ്മൾ കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നത്. അപ്പോൾ അതില്ലാത്തവർക്ക് ഇഷ്ടമുള്ള കേക്ക് ടിന്നിൽ നിങ്ങൾക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു ലോഫ് ടിന്നിലാണിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. റൗണ്ടായിട്ടുള്ള കേക്ക് ടിന്നിൽ ചെയ്താലും നന്നായിട്ട് തന്നെ വരും. റൗണ്ടായിട്ട് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. പിന്നെ കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിനാണ് ഞാനിവിടെ ലോഫ് ടിന്നിൽ എടുത്തിരിക്കുന്നത്. 180 ഡിഗ്രിയിൽ അവൻ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലോഫ് ടിന്നിലേക്ക് നമ്മൾ ആ ഒരു ബ്രെഡിൻ്റെ ഷേപ്പിലാക്കിയിട്ട് വീണ്ടും കുറച്ച് നേരം ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് ഇത് വീണ്ടും കുറച്ച് നേരം ഒന്ന് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് റൈസായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നല്ലൊരു ഗോൾഡൻ കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു മുട്ടയുടെ മഞ്ഞ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. മഞ്ഞ മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ ആ ഒരു ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ ഇതിലേക്ക് ചേർത്തിരിക്കുന്നതാണ്. ഒരു പ്രത്യേക മണമാണ് ഈ ഒരു ബ്രെഡ് കഴിക്കാനും. ഒരു കേക്കിൻ്റെയും ബ്രെഡിൻ്റെയും കൂടെ ചേർന്നിട്ടുള്ളൊരു ടെക്സ്ചറാണ്. നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് നമുക്കിനി ഇത് ബേക്ക് ചെയ്യാം. 180 ഡിഗ്രിയിലൊരു 35 മിനിറ്റ്സാണ് ഞാൻ ബേക്ക് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. കുറച്ചുകൂടെ ഓവനിലിരുന്ന് ഒന്നുകൂടെ ഒന്ന് റൈസായിട്ടുണ്ട്. അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബ്രെഡാണ്. പിന്നെ ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം കട്ട് ചെയ്യാം. എനിക്കൊരു സ്ഥലം വരെ പോകാനുള്ളത് കാരണം ഞാൻ പെട്ടെന്ന് ചൂടോടുകൂടി തന്നെ ഇത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റിയാണ് ഇത്. എല്ലാം നന്നായിട്ട് തണുത്തതിന് ശേഷം കട്ട് ചെയ്തിട്ട് സിപ്പ് ലോക്കിലാക്കി സൂക്ഷിക്കാവുന്നതാണ്. അല്ലെങ്കിൽ എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിൽ വെച്ചിട്ട് സൂക്ഷിക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക ക്രിസ്മസിന്. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്